പ്രണയിക്കുന്നത് തെറ്റാണോ വച്ചാ? ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യമായിരുന്നു അത്. വർഷത്തിലെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതുപോലെ പ്രണയിക്കാനും പ്രണയമുണ്ടെന്ന് അറിയിക്കുവാനുമുണ്ട് നമുക്ക് ഒരു ദിവസം. ചുവന്ന പൂക്കളും മിഠായികളും വാലന്റൈൻസ് കാർഡുകളും ഒക്കെ നിറഞ്ഞ ഒരു വാലന്റൈൻസ് ഡേ. അതാണ് ഫെബ്രുവരി 14. പ്രണയം ഒരു തെറ്റാണോ? പ്രണയിക്കുന്നവർക്കും പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഈ കാലഘട്ടം മാറ്റിവെച്ച വാലന്റൈൻസ് ദിനത്തിൽ പ്രണയം തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവരുടെ ഇടയിലൂടെ തന്നെ പരിശുദ്ധമാണ് പ്രണയം എന്ന് പറഞ്ഞ് പ്രണയിക്കുന്നവരെയും പരിശുദ്ധമായി പ്രണയം അഭിനയിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. പ്രണയം ഒരിക്കലും ഒരു തെറ്റല്ല കേട്ടോ. 365 ദിവസമുള്ള ഒരു വർഷത്തിൽ ഏത് ദിവസവും പറയാവുന്ന ഒന്നാണ് പ്രണയം. ആർക്കും ആരോടും എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന ഒരു വികാരം. എന്നാൽ ആര് ആരോട് എപ്പോൾ എങ്ങനെ പ്രണയിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനമാക്കിയാണ് അതിലെ തെറ്റും അപകടവും തിരുത്താനാകാത്തതാക്കി മാറ്റുന്നത്. പ്രണയം തെറ്റാണ്. അത് നീയും ദൈവവുമായുള്ള ബന്ധത്തെ തകർക്കുന്നതെങ്കിൽ പ്രണയം തെറ്റാണ്. നിന്റെ ഉത്തരവാദിത്തങ്ങളെയും മാതാപിതാക്കളോടുള്ള സ്നേഹത്തെയും ഹനിക്കുന്നുവെങ്കിൽ പ്രണയം തെറ്റാണ്. അത് പക്വതയില്ലാത്ത പ്രായത്തിലുള്ളതാണെങ്കിൽ അത് നിന്നെ തെറ്റിലേക്ക് നയിക്കാം. അതുകൊണ്ടാണ് പക്വതയും വിവേകവും ആയതിനു ശേഷം പ്രണയിക്കുന്നതിൽ തെറ്റില്ല എന്ന് മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉത്തമഗീത പുസ്തകത്തിൽ 3-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറു കലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ കെഞ്ചുന്നു. സമയമാകുന്നതിന് മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തുകയോ ഇളക്കി വിടുകയോ ചെയ്യരുതേ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ പ്രണയം മനസ്സുകൾ തമ്മിലാണ്, ഹൃദയങ്ങൾ തമ്മിലാണ്. ആ പ്രണയങ്ങളുടെ മനോഹാരിത, സുതാര്യത വ്യക്തികളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നുണ്ട്, കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നുണ്ട്, വിശ്വാസ വഴികളെ അത് തകർക്കുന്നില്ല. വളർന്നു വന്ന വഴികളും വളർത്തിവിട്ട മനുഷ്യരെയും തലമുറകളെയും അത് മറക്കുന്നില്ല. അവിടെയാണ് പരിശുദ്ധമായ പ്രണയത്തിൽ വിവാഹത്തിലൂടെ ഒരു കുടുംബം രൂപപ്പെടുന്നത്. പ്രണയം പരിശുദ്ധമാകട്ടെ, വിവാഹത്താൽ അത് മുദ്രിതമാകട്ടെ. ഭൂമിയിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളിയെ ഓർത്ത് ഓരോ ദിവസവും കൂടുതൽ വിശുദ്ധമായി വളരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ വാലന്റൈനെ ഈ വാലന്റൈൻസ് ദിനത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ അയാൾ പ്രണയത്തിലായിരുന്നു ദൈവവുമായി. അതെ, ദൈവസ്നേഹത്തിന് സ്വന്തം ജീവനേക്കാൾ പ്രാധാന്യം കൊടുത്ത വാലന്റൈൻ, സ്വന്തം ജീവനേക്കാൾ ഇഷ്ടങ്ങളെക്കാൾ കുടുംബം എന്ന ദൈവിക പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്ത് വിവാഹം എന്ന കൂദാശയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ച വാലന്റൈൻ. യെസ് ഡിയർ, പ്രണയം എന്നത് മനുഷ്യ സ്നേഹത്തിന്റെ ഒരു വലിയ ഭാവമാണ്. വിശുദ്ധിയുടെ മുഖമുദ്ര, ആവശ്യം വേണ്ടുന്ന ഭാവം. വിശുദ്ധിയുള്ള ഓരോ ബന്ധങ്ങളും വാലന്റൈനാണ്. വിവാഹം കഴിക്കാത്ത കമിതാക്കളുടെ അല്ല, വിവാഹത്തിന് ഒരുങ്ങുന്നവരുടെ, വിവാഹത്തിലൂടെ പ്രണയത്തിലേക്ക് പ്രവേശിച്ചവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ വാലന്റൈൻ. ഓർത്തിരിക്കാം ഈ ദിവസം, ദൈവസ്നേഹത്തിലൊട്ടാത്ത ജീവിതങ്ങളൊക്കെ കാണുന്ന പുൽക്കൊടി തുമ്പിലും പോയി ഒട്ടും എന്ന സത്യം. നമ്മെ സ്നേഹിക്കാൻ വേണ്ടി ചങ്കു തുറന്നു തന്ന, വിരിച്ച കരങ്ങളുമായി കുരിശിൽ കിടന്നുകൊണ്ട് നിന്നെ ഞാൻ ഇത്രയേറെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ നമ്മോട് തന്റെ പ്രണയം പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ വാലന്റൈനെ ചങ്കിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ വാലന്റൈന്റെ തിരുനാൾ ആശംസകൾ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.